ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വീഡിയോക്ക് പോകുന്ന മുന്നേറ്റ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെടുന്ന ഇൻസ്റ്റലേക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊവിനോ തോമസും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയായിട്ടുള്ള വഴക്കും തമ്മിലുള്ള വഴക്കിനെ കുറിച്ചാണ്. അതായത് ടൊവിനോ തോമസിൻ്റെ സിനിമയായിട്ടുള്ള വഴക്കും അദ്ദേഹത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഈ വഴക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടറും തമ്മിലുള്ള കുറച്ച് വഴക്കുകൾ, അതായത് ഇത് OTT ഇറക്കണം അല്ലെങ്കിൽ തിയേറ്ററിൽ ഇറക്കണം, രണ്ടും കൂടി അടിയായിട്ട് ഭയങ്കര കച്ചറാണ് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ എന്തിരുന്നാൽ പോലും ടൊവിനോ തോമസ് ലൈവ് ഇടുന്നു, അതിനുശേഷം അതിന് മറുപടി ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ ലൈവ് ഇടുന്നു, കുറച്ച് കാര്യങ്ങൾ പറയുന്നു, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് സംഭവിക്കുന്നാൽ പോലും ഇപ്പോൾ ഈ സിനിമ പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ ഇനി ഇറങ്ങിക്കണോ ഇല്ലയോ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ പുറത്തിറങ്ങാനുള്ള കാരണം ഉണ്ടായത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തിറങ്ങാത്തതിൻ്റെ കാരണങ്ങൾ ഈ ടൊവിനോ തോമസ് എനിക്ക് ഇത്ര 2 കൊല്ലം നഷ്ടപ്പെടുത്തി എന്തൊക്കെയോ ആ ചങ്ങായി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ടൊവിനോ തോമസ് എന്തായാലും കുറച്ച് ലൈവിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, വളരെ ക്ലിയർ ആയിട്ട് കുറച്ച് ക്ലിപ്പുകളൊക്കെ നിരത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതാണ് നമ്മുടെ ചർച്ച. അതായത് ടൊവിനോ തോമസ് ഈ ഒരു വഴക്കെന്ന സിനിമയെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതായിരുന്നു നമ്മളുടെ ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പോൾ എന്തായാലും ടൊവിനോ തോമസ് കറക്റ്റായിട്ട് ഒരു 2-3 ദിവസം മുമ്പേ കുറച്ച് ലൈവും കാര്യങ്ങളും പറഞ്ഞിട്ട് തെളിവുകളൊക്കെ പുറത്തു വിടുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഫസ്റ്റായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് ടൊവിനോ തോമസ് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ. അതായത് ആ സിനിമയുടെ വഴക്ക് എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസറായിട്ടുള്ള എത്രയോ പെർസെൻറ്റേജ് അത് ടൊവിനോ പറയുന്നുണ്ട്. എനിക്ക് 25 ലക്ഷം കണ്ട് ഞാൻ ചിലവാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് ശമ്പളം പോലും കിട്ടിയിട്ടില്ല, പിന്നെ എന്തിനാണ് ഞാനൊരു സിനിമയ്ക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ടൊവിനോ പറയുന്നുണ്ട്. അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ടൊവിനോയുടെ ഓരോ ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, അത് ചിന്തകളുണ്ട്, അതിനൊക്കെ ഞാൻ 100% കൂടെ നിന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തോടുള്ള റെസ്പെക്റ്റും അദ്ദേഹത്തോടുള്ള ആ ഫിലിം മേക്കറിനുള്ള റെസ്പെക്റ്റും കൊണ്ടാണ് ആ സിനിമയുടെ പ്രൊഡക്ഷൻ്റെ പകുതി ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്നത്. അതിനൊരു 27 ലക്ഷം രൂപയോളം ഞാൻ മുടക്കുകയും 1 രൂപ പോലും എനിക്ക് ശമ്പളമായിട്ട് കിട്ടാതിരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സിനിമയാണിത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. പുള്ളി ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു റെഡി ആയിട്ടുള്ള ഒരു വേർഷൻ അതൊരു ഫിലിം ഫെസ്റ്റിവലിന് അയച്ചിട്ടുണ്ട്. അവരത് സ്ക്രീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലിപ്പ് നിങ്ങൾ കണ്ടല്ലോ. ഇതിൽ പറയുന്നുണ്ട് ടൊവിനോക്ക് 25 ലക്ഷത്തിൻ്റെ കാര്യങ്ങളും, അതുപോലെ തന്നെ ഞാൻ ഇതിലൊരു പ്രൊഡ്യൂസറാണ്, പിന്നെ അതുപോലെ തന്നെ ഇതിനുള്ള മെയിൻ കാരണങ്ങളൊക്കെ തന്നെ ഇദ്ദേഹത്തെ ഇവർ അവാർഡ്ക്ക് കൊടുക്കാൻ പോയപ്പോൾ അവിടെ ആരെങ്ങാണ്ട് തടഞ്ഞു എന്നോ ഏതുകൊണ്ട് വലിയ ആളുകൾ ഈ സിനിമ പുറത്തിറക്കാതിരിക്കാൻ വേണ്ടി തടയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ടൊവിനോ തോമസ് പറഞ്ഞപ്പോൾ ടൊവിനോ തോമസ് അത്ഭുതപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും പിന്നീട് ടൊവിനോ തോമസിൻ്റെ കുറേ തെളിവുകൾ, അതായത് വാട്സപ്പ് ചാറ്റ് കുറച്ച് കാര്യങ്ങൾ ടൊവിനോ തോമസ് കാണിക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരും, നമുക്കത് റിലീസ് ചെയ്യാം എന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനതിന് എന്ത് വാശി പിടിക്കുന്നു, എനിക്കൊരു വാശിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അയച്ചേക്കുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, അങ്ങനെയാണ് ചേട്ടൻ അങ്ങനെ പടം സെല്ല് ചെയ്യാൻ പോളിസീസിന് പാലിച്ചുകൊണ്ട് സെല്ല് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാനത് ഗൂഗിളിനോട് പറയാം, ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് വീണ്ടും നമുക്ക് പോളിസീസിനെ ഈ പറഞ്ഞ OTTസിനൊക്കെ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ പുള്ളി പറഞ്ഞു ഗൂഗിളിനോട് പറയണ്ട. അപ്പോൾ ഗൂഗിൾ എന്തോ പുള്ളിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പുള്ളി പറയുന്നത്. എനിക്കറിയില്ല, ഗൂഗിളിന് അങ്ങനെ കാര്യം തകർക്കാൻ ശ്രമിക്കേണ്ട കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഗൂഗിളിന് സനൽകുമാർ ശശിധരൻ എന്നുള്ള ഡയറക്ടറെ പരിചയം തന്നെ ഞാൻ വഴിയാണ്, അല്ലാതെ വേറൊരു പരിചയമുള്ളതല്ല. അപ്പോൾ ഗൂഗിൾ വഴി ചെയ്യേണ്ട, ഇങ്ങനെയാണ് പറഞ്ഞത്. അതും കണ്ടു, ഗൂഗിളിനോട് പറയണ്ട, ഞാൻ നോക്കട്ടെ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് അയച്ചിരിക്കുന്നത് 2023 ജൂലൈ 23-നാണ്. അപ്പൊ അതിന് ഞാൻ ഓക്കെ എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൊറോണയുടെയൊക്കെ ആ സമയം കഴിഞ്ഞിട്ട് നമ്മൾ മുംബൈ മാമി ഫിലിം ഫെസ്റ്റിവലിന് അപ്ലൈ ചെയ്തൂടെ എന്ന് ഞാൻ ചോദിച്ചു. എനിക്കും അവിടെ പരിചയമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അപ്ലിക്കേഷന്റെ പ്രോസസ്സ് ഞാൻ പറഞ്ഞപ്പോൾ ആ സമയത്ത് ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ടുള്ള സമയമായത് കാരണം കൊണ്ട് അങ്ങനെ ഒരു ആക്ച്വൽ ഫെസ്റ്റിവൽ അല്ല, ഒരു വെർച്വൽ ഫെസ്റ്റിവൽ. അന്ന് ഫെസ്റ്റിവൽ നടന്നില്ല എന്നാണ് പുള്ളി എഴുതിയിരിക്കുന്നത്, പക്ഷെ ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊരു വെർച്വൽ ഫെസ്റ്റിവലാണ്. നമ്മൾ ഡയറക്ട്ലി പോവല്ല, മൂവീസ് നമ്മൾ വിമിയോ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവരത് സ്ക്രീൻ ചെയ്യുകയും അതിനെ വിലയിരുത്തുകയും ചെയ്യുന്നതായിരുന്നു പ്രോസസ്സ്. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയാണ് പ്രോസസ്സ്, നമുക്കൊന്ന് അപ്ലൈ ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, വേണ്ട, അങ്ങനെ നമ്മളുടെ അത് അയച്ചു കൊടുത്താൽ അവരത് ലീക്ക് ചെയ്യും, അവർ നമ്മളെ തകർക്കാൻ ശ്രമിക്കും. അപ്പോൾ എല്ലാവരും തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പുള്ളി പറയണത്. അപ്പൊ അതിന്റെ ഒരു മെയിലാണ് ഞാൻ പുള്ളിക്ക് അയച്ചു. അതിനുശേഷം ഈ പറഞ്ഞ ഇത് ആദ്യം ഉണ്ടായതാണ് മുംബൈ ഫെസ്റ്റിവലിൽ 2022. 23 ഞാൻ വീണ്ടും അയച്ചു.
ഇങ്ങനൊരു മെയിലുണ്ട്, എനിക്ക് വന്നതാണ്, എന്നെ CC ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു മെയിലാണ് അത്. എനിക്ക് മുംബൈ ഫെസ്റ്റിവലിൽ നിന്ന് ഡിയർ സനൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അഡ്രസ് ചെയ്യുന്ന ഒരു മെയിലായിരുന്നു. അതിൽ എന്നെ CC വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പുള്ളിക്ക് അയച്ചു. ചേട്ടാ ഇതാണ് അയച്ചത്. ചേട്ടാ ഇങ്ങനെ ഒരു സാധനം അയച്ചിട്ടുണ്ട്. അപ്പൊ എന്റെയും കൂടെ അതിനകത്ത് അവര് ടാഗ് ചെയ്ത് അയച്ചിട്ടുണ്ട്. ചേട്ടനെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു കൊണ്ട് എന്റെ അടുത്ത് വിളിച്ചവര് ചോദിച്ചാണ്. ഓക്കെ, അപ്പോൾ അതിന് ദിവസങ്ങൾക്ക് ശേഷം ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു, ഡോവി ഐ വാസ് നോട്ട് ഇൻ വാട്സ്ആപ്പ് ഫോർ സം ടൈം, സോറി ജസ്റ്റ് ഹേർഡ് ദിസ്, വി അപ്ലൈഡ്. അപ്പൊ എനിക്ക് സന്തോഷം. ഇതാണ് ഞങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ഏറ്റവും അവസാനത്തെ കോൺവെർസേഷൻ. പിന്നെ OTT സെയിൽസ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെന്നപ്പോൾ ഈ പോളിസീസ് അംഗീകരിക്കാത്തത് മാത്രമല്ലായിരുന്നു പ്രശ്നം, ഇദ്ദേഹത്തിന്റെ സോഷ്യൽ പ്രൊഫൈലും ഒരു പ്രശ്നമായിരുന്നു. സനലേട്ടൻ അയാൾക്കെതിരെ ഒരു കേസും അറസ്റ്റും ഒക്കെ നടന്നതാണ്. അപ്പോൾ OTT പോളിസീസിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് അവർ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെ ഉണ്ടാവുമല്ലോ. ഈ ക്ലിപ്പൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലൈവ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഇനി നമ്മുടേതായിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ആരുടെ ഭാഗത്ത് തെറ്റി ആരുടെ ഭാഗത്ത് ന്യായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിനിമ അതായത് വഴക്കിൻ്റെ ട്രെയിലർ എല്ലാവരും കണ്ടിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, വഴക്ക് എന്ന് പറഞ്ഞ സിനിമ 100% അതൊരു OTT പ്ലാറ്റ്ഫോമിൽ അർഹിക്കുന്ന സിനിമയാണ്. അപ്പോൾ ഇവിടെ ടൊവിനോ തോമസിന്റെ ഭാഗത്താണ് 100% ന്യായം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും അതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമയല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനിറക്കാവുന്ന അതിന് കിട്ടാവുന്ന ഒരു അപ്രിഷിയേഷൻസ് ഉണ്ട്. അത് തിയേറ്ററിൽ എത്തുമ്പോൾ ചിലപ്പോൾ ആരും കാണാതെ പോകും. അത് ടൊവിനോ തോമസിന്റെ വാല്യൂ ടൊവിനോ തോമസിന് നല്ലോണം അറിയുന്നതുകൊണ്ടായിരിക്കാം. കാരണം അതൊരു മമ്മൂക്കാന്റെ പടമാണെങ്കിലും അത്ര പോലും കിട്ടില്ല എന്ന് വെച്ച് ടൊവിനോന്റെ ഈ അടുത്ത് തന്നെ ജാലകം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തൊരു പടം പറഞ്ഞിട്ട് തിയേറ്ററിൽ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഈവൻ ഞാൻ അടക്കം പോലും ആ സിനിമ കണ്ടിട്ടില്ല, ഇപ്പോഴും കണ്ടിട്ടില്ല. അത് OTT-ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ന് ആ സിനിമ ചർച്ച ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ അത്രത്തോളം ആ സിനിമയെ ബൂസ്റ്റ് ചെയ്യേണ്ട ഒരാളാണ് ഈ ടൊവിനോ തോമസ്. അപ്പം അതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ഈ ഒരു വ്യക്തി ഇങ്ങനെ പറയുമ്പോൾ ഒരു ഡയറക്ടർ അത്ര വാശി പിടിക്കുന്നത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ ഇപ്പം അതിൻ്റെ ട്രെയിലർ ഏതോ 2 കൊല്ലം 3 കൊല്ലം മുമ്പേ കണ്ട് ഇറങ്ങിയതാണ്. അതായത് കളയുടെയൊക്കെ ആ സമയത്തും കണ്ട് ഇറങ്ങിയൊരു സിനിമയാണ് ഈ ടൊവിനോ തോമസിൻ്റെ ഈ ഒരു സിനിമ. അപ്പോൾ ആ സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ കളയുടെ ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് ബൂസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ ആ സമയത്താണ് ഇതിൻ്റെ ട്രെയിലറൊക്കെ വന്നത്. പക്ഷെ ആ ടൈമിൽ ഇത് ഇറക്കായിരുന്നെങ്കിൽ മേ ബി ഇപ്പോൾ ഈ പ്രതീക്ഷ പോലെ ഒരു വിൻ കാര്യങ്ങളൊക്കെ ലഭിച്ചേനെ. പക്ഷെ ഇപ്പോൾ കാലം ആളുകൾ മാറി, ആ സിനിമയുടെ മെത്തേഡ് മാറി. ഇപ്പോൾ ആ സിനിമ കാണുമ്പോൾ പക്കാ ഒരു OTT അർഹിക്കുന്നതാണ്. അപ്പം ആ OTT-ലേക്ക് ചിത്രം സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും OTT-ന്റെ അപ്പുറത്തേക്കുള്ള ഒരു രീതിയിലേക്ക് ചിന്തിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളതാണ് എനിക്കിവിടെ തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ തോന്നിച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നിയ കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.